ഹായ്, എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ്, വെജ് ഓംലെറ്റ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന്റെ സാധനങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. ഇത് നമ്മളെ കടലപ്പൊടിയാണ്. ഇത് ഏകദേശം അരക്കപ്പ് കടലപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളി മുറിച്ചിട്ടത്, അതുപോലെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അതുപോലെ പച്ചമുളക്, പിന്നെ തക്കാളിക്ക് താല്പര്യമുള്ളവർക്ക് തക്കാളിയും കൂടെ മുറിച്ചിട്ട് അതുപോലെ ചെറുതായിട്ട്. എനിക്ക് തക്കാളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മഹാരാഷ്ട്രയിൽ ബേസൻ പോളാന്നാ പറയല്. ഇവിടെ ഇത് കൂട്ടിയിട്ട് ചപ്പാത്തിയെല്ലാം കഴിക്കും എല്ലാവരും. ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും നാസ്ത, രാവിലെ നാസ്തേൻ്റെ കൂടെ എല്ലാം ഉണ്ടാക്കുന്നതാണ്. അധികം പണിയൊന്നുമില്ല. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. മുട്ടക്ക് പകരം നമ്മൾ കടലപ്പൊടി എടുത്താൽ മതി. എന്നിട്ട് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. മതി. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഒരു നുള്ള് മാത്രം. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നോക്കുക. ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കണം നോക്കിയിട്ട്. ഇപ്പം എൻ്റെ പാകത്തിന് ഉപ്പുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരു ദോശ ഉണ്ടാക്കുന്ന ഒരു പാത്രം വെക്കാം. ഇതൊന്ന് ചൂടാവട്ടെ നല്ലതുപോലെ. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് മുകളിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മതി. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഫ്രൈ ആവട്ടെ. നമുക്കിത് അടച്ചു വെക്കാം. ഒരു സൈഡ് നല്ല വൃത്തി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇതുപോലെ ഈ സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുത്തു പോയാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് വെജ് ഓംലെറ്റ് അല്ലെങ്കിൽ നമ്മൾ ബേസൻ പോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം സാധനങ്ങളൊന്നും വേണ്ട. വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്